സിംഫണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പരിപാടി ആരംഭിച്ചതിന് ശേഷം നിരവധി കലാകാരന്മാരും കലാകാരികളും ഈ വേദിയിൽ വന്നിരുന്ന് പാടിയിട്ടുണ്ട്. നമ്മളവരുടെ പാട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ അപൂർവമായി മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരു സംഗീത സംവിധായകൻ ഈ വേദിയിൽ വരുന്നതും ഇവിടെ ഇരുന്ന് പാടുന്നതും. ഒരു സംഗീതം എവിടെ നിന്ന് ഉത്ഭവിച്ചുവോ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ സംഗീതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അത്തരം ഒരു അപൂർവ ഭാഗ്യമാണ് ഇന്നത്തെ സിംഫണിയുടെ പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്തനായ സംഗീത സംവിധായകനായ ശ്രീ ജോൺസൺ. പാടിടാം ഗാനമായോർമകൾ നീ നിറയൂ ജീവനിൽ പുളകമാ ഞാൻ പാടിടാം ഗാനമായോർമകൾ. തെളിയും നീ ദീപമായി ഇരുളും നീ മനമിതിൽ തെളിയും നീ ദീപമായി ഇരുളും നീ മനമിതിൽ പടരു നീ തകരുമൻ വീണയിൽ നീ നിറയൂ ജീവനിൽ പുളകമാ ഞാൻ പാടിട ഗാനമായോ മകൾ. സാധാരണ സിനിമയിൽ എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുക? ഒരു ശൂന്യതയിൽ നിന്നാണല്ലോ ഈ പാട്ടിങ്ങനെ വരുന്നത്. ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായി വരുന്നത്. എങ്ങനെയാണ് ആ പാട്ടുണ്ടാവുക? പലരും പല മെത്തേഡിലായിരിക്കും വരയ്ക്കുന്നത്. ഈ എൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ലൈൻ എന്ന് പറയുന്ന പോലെ ഫുൾ സ്റ്റോറി ഞാൻ ആവശ്യപ്പെടും. അതായത് സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ ഡയറക്ടർ ആരോ ഒരു ടോട്ടാലിറ്റി നമുക്ക് പറഞ്ഞുതരാം. അപ്പം വിൽ ഗെറ്റ് ദറ്റ് അതിൻ്റെ കാലം, സ്ഥലം, ലൊക്കേഷൻസൊക്കെ കിട്ടുമല്ലോ. ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഗതികൾ കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ട്യൂൺ കമ്പോസ് ചെയ്യുകയാണെങ്കിൽ ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ലിറിസിസ്റ്റ് എഴുതുന്നു. പണ്ട് കാലത്തായിട്ടും ഇപ്പോൾ തല തിരിഞ്ഞെന്ന് മാത്രം. കാരണം മറ്റേത് എഴുതിയിട്ട് ലിറിക്സ് എഴുതി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോൾ കമ്പോസർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടുതലാണ്. Here is to make a mood from emptiness, from a vacuum. മറ്റേത് ആ ലൈൻസിൽ നിന്നും ലൈനിനെ നമുക്ക് അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യു ഹാവ് ടു ഗിവ് ഇൻസ്പിറേഷൻ ടു ദ അതർ മാൻ, നമ്മൾ ടു ദ റൈറ്റർ. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളുടെ സ്ട്രെയിൻ കൂടുതലാണ്, ഐ മീൻ എഫർട്ട് കൂടുതലാണ്. ആദ്യം ജോൺസൺ ഒരു പടത്തിന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് എങ്ങനെയായിരുന്നു? ആ പാട്ട് ഏതായിരുന്നു? ആദ്യത്തെ ശരിക്കും എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നല്ല ഒട്ടും ആൾക്കാർക്ക് അറിയാം. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. കാരണം ഞാനൊരു ഇത് പ്രൊഫഷനാക്കാൻ ഉദ്ദേശിച്ച ആളെ അല്ലല്ലോ.
ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അമേച്ചർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഇവർ അമേച്ചേഴ്സ് അല്ല കേട്ടോ, ഇവർക്ക് പ്രൊഫഷണൽസ്. ഞങ്ങൾക്ക് അമേച്ചേഴ്സ് ആയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. 68 വോയിസ് ഓഫ് ട്രൂത്ത് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പം അതിൽ കൂടി ദേവരാജൻ മാഷ് എന്നെ അങ്ങോട്ട് കയറിട്ട് വിളിച്ച് കൊണ്ട് പോയതാണ്. പിന്നെ അങ്ങനെ ആയതാണ്. അപ്പം അങ്ങനെ അത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പം ആദ്യം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആരവം എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതിൻ്റെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് നമ്മുടെ രാധാകൃഷ്ണൻ ശ്രീകുമാറിൻ്റെ ഏട്ടൻ. അതിനെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് തകര, ആരവം, തകര, ചാമരം, അങ്ങനെ 3 പടം റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അർജുനൻ മാഷക്കും നമ്മുടെ മരിച്ചുപോയ AT ഉമ്മൂക്കും അറേഞ്ചറും കണ്ടക്ടറായിട്ട് അസിസ്റ്റൻ്റായിട്ട് പറയും. അപ്പോൾ അർജുനൻ മാഷ ഒരു റെക്കോർഡിങ് ഇതുപോലെ നടക്കുമ്പം വാതിലിൽ 2 കക്ഷികൾ, അതിലൊരു കക്ഷി എനിക്ക് അറിയാം, ഇങ്ങനെ മീശ വെച്ചിട്ട് മീശ അരവിന്ദേട്ടൻ എന്ന് വിളിക്കും. അപ്പോൾ അരവിന്ദേട്ടനെങ്കിലും നല്ല പരിചയമില്ല. അപ്പോൾ കൂടുതലുള്ള ആൾ എനിക്കറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, എങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇത് ഈസ്റ്റ്മാൻ ആൻ്റണി. ഈസ്റ്റ്മാൻ ആൻ്റണി എന്ന പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈസ് ബെസ്റ്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പോൾ പേര് കേട്ടിട്ടുണ്ട്, ആളറിഞ്ഞു. അപ്പോൾ സംഗതിയൊന്നുമില്ല. അവരൊരു ചെറിയ പടം, വളരെ ബഡ്ജറ്റ് കുറഞ്ഞൊരു പടം ചെയ്തിരുന്നു. ഒരു ടൈറ്റിൽ സോങ് വേണം, റീ റെക്കോർഡ് ചെയ്യും വേണം, പടം തീർന്നിരിക്കുക. അല്ല, ഹീറോയിൻ ആരാന്നറിയോ? സ്മിത, സിൽക്ക് സ്മിത, സാക്ഷാൽ സിൽക്ക് സ്മിത. അപ്പോൾ റീ റെക്കോർഡിങ് കഴിഞ്ഞ് അന്ന് തന്നെ പിന്നെ പാട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പാട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു മടങ്ങി തുടങ്ങിയ ഒരു കടലാസ് എടുത്തു മാർക്കേ ദാമോദരനെ എഴുതി കൊടുത്തു. അപ്പോൾ മാർക്കേ ദാമോദരൻ എനിക്കറിയില്ല. അപ്പോൾ എപ്പോഴാണ് വേണം? നാളെ കിട്ടിയാൽ അത്ര പറയും ഒക്കെ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അന്ന് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് നോക്കി. എന്നാൽ വിബീന വാടിക എന്തോ അവരടിയായിട്ട് ഞാൻ കിടന്നു തുടങ്ങി. അപ്പം ജയേട്ടനെ വിളിച്ച് പറഞ്ഞ്, ചേട്ടൻ ഒരു പാട്ടൊന്ന് പാടണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠനം ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ ഞാൻ പറ്റാമല്ലോ എന്ന് പറഞ്ഞു. ആ സ്റ്റുഡിയോ തന്നെ ഫിക്സ് ചെയ്തു. ആ പാട്ട് പിന്നീട് പുറത്തു വന്നില്ല. കാരണം അത് ഒന്നാമത് ടൈറ്റിൽ സോങ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു ഓഫ് ബീറ്റ് പടമായിരുന്നത്. പിന്നീട് അതിൽ എൻ്റെ കോമഡി എന്താ വെച്ചാൽ, ഒരു 4-5 വർഷം ഡിസ്ട്രിബ്യൂഷനിലാണ് കിടന്ന ആ പടം. അപ്പോഴേക്കും സിൽക്ക് സ്മിത ഒരു എന്താ പറയുക, നമ്മളൊരു ഐറ്റം നമ്പറായി. ഇപ്പോൾ ഐറ്റം നമ്പർ എന്ന് പറയില്ല, ഡാൻസിൻ്റെ ഹെൽമറ്റ് ഉണ്ടായിരുന്ന പോലെ ഡാൻസർ, സെക്സി റോൾസ് ഒക്കെ ചെയ്യുന്ന അവരുടെ ഇമേജ് അങ്ങനെ. അപ്പോൾ ഇത് സിൽക്ക് ബൈ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് റിലീസായി. പക്ഷേ നല്ല കോൺസെപ്റ്റുള്ളൊരു പടമായിരുന്നു അത്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ടൈറ്റിൽ സോങ് ഏതായിരുന്നു? അതായിരുന്നു വിപിനവാടിക കുയിലു തേടി വിഭജികയോ മണിവിരലു തേടി പുരുഷകാമന ഇന്നും സ്ത്രീയിൽ ഇവിടെ ജനിമൃതി പൂക്കും വഴി ഇണയെ തേടി സ്വയം ഇണയെ തേടി. അത് ഒരു ഡെത്തിൻ്റെ സിമ്പിളായിട്ടാണ് ടോട്ടൽ ആ പടത്തിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് എ നോർമൽ മെലഡി. നമ്മുടെ മ്യൂസീഷ്യൻസിന് മനസ്സിലാവും. അതിൽ വലിയ മായും ഒരു 7th ഒക്കെ വന്നിട്ട് ഇറ്റ് മേക്സ് ഒരു ചന്ദ്രികയിലൊന്നും അതുപോലത്തെ പാട്ടല്ല ഇത്. ഇതൊരു സിറ്റുവേഷണൽ എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് കൊടുക്കുന്നത്. ഇപ്പം അതിൻ്റെ പടത്തിൽ അങ്ങനെ ആയിരുന്നു. ഈ പല സംഗീത സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ജോൺസൺ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ അല്ലേ മലയാള സിനിമയിൽ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. റൈറ്റ്. അല്ല, അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ്, അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 3ാം തലമുറ, അതായത് നമ്മൾ പയനിയേഴ്സ് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്ത് നമ്മുടെ ചിദംബരനാഥൻ അന്ന് പറയുന്നു. ചിദംബരനാഥ് സാറ്, രാഘവ മാഷ്, സ്വാമി, ദേവരാജൻ മാഷ് അന്ന് പടം ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ ഇന്ന ആൾക്കാരാണ് ദേവരാജൻ മാഷ്, ONV സാറും. അങ്ങനെ അവർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ കേരളം മുഴുവൻ പ്രശസ്തരാണ്. പക്ഷെ എൻട്രി സിനിമയ്ക്ക് 4ാമതായിട്ടാണ് തോന്നുന്നത് എനിക്ക്. പിന്നെയാണ് ബാബുക. അപ്പം ഇവർ 5 പയനിയേഴ്സാണ് കുറേ കാലം
ഇങ്ങനെ വന്നത്. നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നത്. അതെ. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൽ അങ്ങനെ ആരോടൊക്കെയാണ് ആരുടെ പാട്ടുകളോടൊക്കെയാണ് ജോൺസൺ കൂടുതലൊരു അടുപ്പം തോന്നിയിട്ട്? അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അങ്ങനെ കയറി ഒരു സിംഗിൾ പേഴ്സൺ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് ബാബുക്കയുടെ ഒരു പാട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അധികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അധികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അതിൻ്റെ ഓരോ വേർഡ്സ് പോലും നമുക്ക് എത്ര ഓർമ്മയാണ് നിൽക്കുന്നത് അല്ലേ? ബൈ ഹാർട്ടാണ്. അതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഗീത സംവിധായകരുടെ കാലത്തൊക്കെ ആകെ മലയാളിയായിട്ട് നമുക്കുണ്ടായിരുന്നത് ഒരു യേശുദാസ് മാത്രമാണ്. ബാക്കി ഗായികമാരൊന്നും പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ സമയത്ത് തന്നെ ഉദയഭാൻ ഉണ്ടായിരുന്നു, ലീല ചേച്ചി ഉണ്ട്, ഉദയഭാൻ ചേട്ടനുണ്ട്. ഉദയഭാൻ ഉണ്ടായിരുന്നു. ലീല ചേച്ചി അതിലും മുമ്പായിരുന്നു. അല്ല അതിനുശേഷം ആ സമയത്തൊക്കെ കൂടുതൽ പാട്ടുകൾ പാടിയിരുന്ന എസ് ജാനകി, പി സുശീലൻ, ഇവരൊന്നും മലയാളികളൊന്നും ആയിരുന്നില്ല. പക്ഷെ എങ്കിലും മലയാളിയാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ പാട്ടുകൾ അത്ര ഭാവത്തോടെയൊക്കെ പാടിയിരുന്നു. ഈ എസ് ജാനകി കൊണ്ടൊക്കെ പാടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല? ജോൺസൺ പഠിച്ചിട്ടില്ല? ആദ്യം ഫസ്റ്റ് പടങ്ങൾ മുഴുവൻ ജാനകിയമ്മ, സുശീലാമ്മ, വാണി ജയറാം എല്ലാവരും പാടിയിരുന്നു. ഇവരൊക്കെ ശരിക്കും ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അതിന്റെ ഭാവം മനസ്സിലാക്കി തന്നെ അല്ലേ പാടിയിരുന്നതൊക്കെ? അല്ല ഏകദേശമൊക്കെ അറിയാം അവർക്ക്. അല്ല അവർ അത് ഇപ്പം ഞാൻ പാടിപ്പിക്കുന്നതിന് മുമ്പേ ഒരുപാട് പാട്ടുകൾ പാടി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മലയാളത്തിലൊക്കെ സംസാരിക്കും. നമ്മളവിടെയൊക്കെ താമസിച്ച് മലയാളത്തിൽ സംസാരിക്കും, ചെയ്യാറുണ്ട്. ജാനകി ഏത് പാട്ടാണ് പാടിയിട്ടുള്ളത്? ജാനകിയമ്മ ആദ്യം പാടിയത് ഇതാണ്. പക്ഷെ അവർ എവിടെ ഞാനുള്ള സ്റ്റൈലിൽ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഒരു നാഷണൽ അവാർഡിനായിട്ടുള്ള വിലമതിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അവരെന്നെ ഒരു മകനെ പോലെയൊക്കെ കാണുന്നുണ്ട്. അത്രയും വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ ബാബുക്കടെ ഒരു നൈറ്റ് നടന്നില്ലേ കോഴിക്കോട് സംഗീത സംഗമം ഓർക്കസ്ട്ര, ഇങ്ങനെ കണ്ടക്ടർ നിന്നാൽ എത്തൂല, കണ്ണെത്തൂല എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്ര. അപ്പോൾ ഇവരെ പാടാൻ വിളിച്ചപ്പോൾ ബാബുക്കയുടെ സോങ്സ് മാത്രമുള്ള നൈറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് എന്തോ നോക്കി നിൽക്കുന്ന ഒരു പാടാൻ വണ്ടൊത്തിരി കൊടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നു. അപ്പോൾ ഇവർ മയക്കെടുത്തിട്ട് നമ്മുടെ രണ്ട് പാട്ടും മൂളിയിട്ട് ഇത്രയും വലിയ സംഗീത സംവിധായകൻ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇത്രയും വലിയ ഓർക്കസ്ട്ര എവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. സ്വർണ്ണമുഖിലേ അവർ രണ്ട് പാട്ടുകളും മുള്ളുണ്ട്. അതും
സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വാനിൽ നടക്കുമ്പോ നീലച്ചുരുൾ മുടി ഒതുക്കി വസന്തരാത്രി അണയുമ്പോ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല ടെക്നിക്ക് നോക്കുമ്പോൾ ഒരു സ്കെയിൽ എടുത്താൽ അതിൽ 12 സ്വരല്ലേ നമ്മൾ ഇതിൽ ഈ ശുദ്ധരിഷഭം എന്ന് പറയും ചെറിയ ഡി മൈനറിന് ഈ ഫ്ലാറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ട്സും വരുന്നു എന്നിട്ട് 11 സ്വരം അതിനകത്ത് വരുന്നു. പനി നീ ദാദാ പമ പമഗാരി സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ. സ്വരസ്ഥാനങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് കോമ്പോസിഷൻ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ചെയ്തു വന്നപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഒരു മ്യൂസിഷ്യനാണ് പറഞ്ഞു, സാർ അതിലൊരു സ്വരം ഒഴിച്ച് ബാക്കി എല്ലാ സ്വരമുണ്ട്. ശരി. സുശീലാമ്മയുടെ ഏത് പാട്ടാണ് ജോൺസൺ ചെയ്തത്? കളകളമൊഴി പ്രഭാതമായി കുളിരാനായി കളകളമൊഴി പ്രഭാതമായി കുളിരാനായി സുരഭാവന ലയമേകിടാൻ അരങ്ങായിതാ വരൂ കളകളമൊഴി പ്രഭാതമായി കുളിരാനായിതാ. ചരണമൊക്കെ അമ്മയുടെ പളങ്ങ് പോലത്തെ ശബ്ദമല്ലേ. പതംഗങ്ങളായി കരതാരികൾ തനിനാനിന തരതാരിട പതംഗങ്ങളായി കഴകരയിൽ പറന്നെത്തിടാം മധുദാനിയിൽ തരാരിരാ നരേ വരൂ കളകളമൊഴി സുരഭാവന സ്വരമേകിട അരങ്ങായിരാവരൂ കളകളമൊഴി പ്രഭാതമായി ഏത് സംവിധായകൻ്റെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്? ഒരു സംവിധായകൻ്റെ ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ജോൺസനാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സത്യൻ തോന്നുന്നു. കാരണം ആയിരിക്കണം. പിന്നെ അതിനു മുമ്പ് ഇന്നാൾ പപ്പേട്ടൻ്റെ മകനില്ലേ അനന്തപത്മനാഭൻ, അവനെഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. എന്തെങ്കിലും സാധാരണ ഞാൻ മാഗസിൻസ് വായിക്കാറില്ല. അത് വായിച്ചപ്പോൾ 40-ന് ശേഷം തിരക്കഥകളുണ്ട് പപ്പേൻ്റെ. പിന്നെ 17 ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ 11 പടവും ഞാനാണ് ചെയ്തിരിക്കുന്നത്. ശരി. 2-3 പടം ഇളയരാജ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഔട്ട് ഓഫ് 17 പിക്ചേഴ്സ് 11 പിക്ചേഴ്സ് ഞാൻ. അതുപോലെ തന്നെ ആയിരിക്കണം ഭരതേട്ടനെ. പക്ഷേ 86 തുടങ്ങി സത്യനായിട്ട് സഹകരിക്കുകയല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യൻ്റെതായിരിക്കും ഏറ്റവും കൂടുതൽ സത്യനന്ദിക്കാണ്. നിങ്ങൾ തമ്മിലുള്ളൊരു ഹാർമണി വളരെ. അതെ അതെ. അയാൾ ഞങ്ങൾ തമ്മിൽ മാഷെ എന്ന് വിളിക്കുന്നത്. ഓ മാഷെ എനിക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലായിട്ടോ താൻ നോക്കുമ്പോൾ അത്ര ഫ്രീ ആയിട്ട്. സത്യൻ്റെ ഈ പൊന്മുട്ടയിടുന്ന അതിൽ നല്ലൊരു ഫോക്കുണ്ട്. ചിത്രം നമ്മൾ ഈ 2 മാഡംസ് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടിയതാണല്ലോ ചിത്രം.
അപ്പം അത് നല്ലൊരു കറക്റ്റ് എൻട്രി ആയിരുന്നു. ചിത്ത എൻട്രി ചെയ്ത ടൈമിങ് കറക്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു തലമുറ ഒരു റിട്ടയറിങ് ഇതിലേക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യില്ല. 1 2 3 4. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം പാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിൽ കുങ്കുമപ്പൂ നീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിൽ കുങ്കുമപ്പൂ നീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നു നീ വരാഞ്ഞതെന്തേ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി